മുറുക്കി തുപ്പിയല്ലേ? എത്ര അച്ചട്ടാ ദേവി. അപ്പോ അയാളെനിക്ക് വിശ്വസിക്കാം അല്ലേ? അമ്മേ, ഇവളെന്താ കിടന്ന് കാണിക്കുന്നത്? കുറച്ച് മഞ്ഞളും കൂടി എടുത്ത് വരട്ടെ, മുഖം വെളുക്കും. തട്ടാമെന്ന് കാശുമാലയുടെ കൂലി മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഓ തുടങ്ങി. ശരണം കിട്ടും മനുഷ്യന്. എനിക്ക് വേണ്ട കാശുമാല, ചേട്ടൻ നിന്നെ കിട്ടാച്ചാ മതി. തോശിക്ക് സ്നേഹമില്ലാത്തൊരു സാധനം. എന്റെ ഈശ്വര, ഈ കാശുമാല എന്റെ ജന്മം പാഴാക്കും തോന്നുന്നു. എടി തത്തേ, നല്ല കാച്ചിലും ചൊടിച്ചിക്കാന്താരിയും പൊട്ടിച്ചതാ. എന്നാ എനിക്ക് വേണ്ട ചേട്ടൻ നമ്മുടെ കാച്ചിലും പൂച്ചിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടായിട്ട് ഞാനിത് ഉണ്ടാക്കിയത്. മര്യാദക്ക് തിന്നോണം കേട്ട പെണ്ണെ. ആ ഇതെനിക്ക് തടിച്ചു പറയുന്ന ഇഷ്ടം. ഓ അമുർക്കാനെടുത്ത കയ്യെ വെൽഡ് ചെയ്ത പോലെ ഉണ്ടല്ലോ. ഇതെന്ത് പറ്റിയതായിട്ടാ? ഈ കൈ പോക്കാലേ. എനിക്കറിയണ്ട, കാശ് വേണ്ടോ. ടിക്കറ്റ് പിടിച്ചോ. ഇത് എന്ത് സാധനം? തൊരപ്പും ബാസന. അവനാള് ഭൂലോക പോക്രിയാ. പാറ്റ തന്തയ്ക്ക് പറക്കാത്രല്ല, അവന്റെ വായന്ന് വരില്ല. കഴിഞ്ഞ വിഷുവിനെ ആ വാക്കത്തി വാസുന് നേരെ വിക്കറ്റ് കയറിയതാ. അവൻ ആ വാക്കത്തേക്ക് വെൽഡ് കൊടുത്തു. ആശാനേ, വെറുതെ ആ പള്ളത്തിലെ പുറകെറിഞ്ഞാലേ വലത്തെ കലയിൽപ്പോ വഴിന്നെടുത്ത് വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടി വരും. എന്താടാ? ഇന്നൊരുത്തന്റെ കൈപ്പത്തി കിടക്കുന്ന വെട്ടിന്റെ സീല് കണ്ടപ്പോഴാ എനിക്ക് വാസുവിന്റെ വാക്കത്തിയെ കുറിച്ച് 70mm പിക്ചർ മനസ്സിലാവുന്നത്. മൂക്കി പഞ്ഞിയും വെച്ച് നല്ല ചാവപ്പെട്ടി കയറുന്ന മല ഇറങ്ങണ മക്കളെ. പടവാ, നമുക്ക് അവനൊരു VIP പാസ് കൊടുത്ത് കൊട്ടക കേക്ക് പാ വിരിച്ച് വാലിബനെ തനിച്ചൊന്ന് കാണിച്ചു കൊടുത്താലോ? ആ ഇനി ഇങ്ങോട്ട് വിളിച്ചു കയറ്റിട്ട് വേണം മൂന്നിനെയും കൂടെ വെട്ടി നുറുക്കി വല്ല കള്ളുഷാപ്പിൽ വളർത്തിറച്ചി ആക്കാൻ. നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്നാലോടാ, പെരുങ്കൊല്ലന്റെ ആലയിലേക്ക്. പഴുപ്പിച്ച ഇരുമ്പടിച്ച് പദം വരുത്തുന്ന ആ കൈക്ക് ഒരു കൂട്ടായിട്ട്. വാസു, എന്നോട് രണ്ട് ചോദിക്കാനാ വന്നത്. ഞാൻ പറഞ്ഞ വാക്കത്തിയുടെ കാശ് വെച്ചിട്ടല്ലാതെ ഒരക്ഷരം മിണ്ടിപ്പോവരുത് നീ. താരാ മനസ്സിലടാ. എന്നാ ശിവൻകുട്ടൻ പോ. പോകാൻ വന്നല്ലടാ ശിവൻകുട്ടൻ. നീ ഇന്നലെ മൂക്കറ്റം വിഴുങ്ങിട്ട് പുറപ്പുറത്ത് കയറിയൊന്ന് കൂയില്ലേ? ഞാൻ കണ്ട അവൾമാരുടെ കൂടെ അഞ്ഞേടാണെന്ന്. എനിക്ക് വാക്കുറപ്പിച്ച പെണ്ണു പോയി. പുറപ്പുറത്ത് കയറി കൂവിന്ന് ഞാൻ പറഞ്ഞില്ലേ വാസു? പെണ്ണിന്റെ അമ്മാവ എന്റെ കടയിൽ വന്ന് ഇയ്യപ്പുട്ടും പൂവമ്പഴോ തിന്നേച്ചു പറയുവാ ഈ നാറി ശിവൻകുട്ടൻ കഞ്ചാവരശിക്കാരനാണെന്നും കിട്ടുന്ന കാശ് മുഴുവൻ കണ്ട അവളുമാരെ വീട്ടിൽ കൂടെ നേർച്ച ഇടുവാണെന്നും വാസുവായിട്ട് പറഞ്ഞോണ്ട് നടക്കുക. ആ പറഞ്ഞു, നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ. കഞ്ചാവ് വെട്ടാൻ 5 വാക്കത്തി പടത്ത് വാങ്ങിച്ചിട്ട് മാസം 8 കഴിഞ്ഞു. എവിടാ എന്റെ കാശ്? തന്നില്ലെങ്കിൽ വാസ് ഇനിയും പരപ്പുറത്ത് മയക്ക് കെട്ടി വെച്ച് തന്നെ പറയും. ഇനി പറഞ്ഞ നിന്റെ നാവ് ഞാൻ ഇറക്കും. വാസുന്റെ നാമം ഇറക്കൂടാ.
ഇനി എന്റെ മണ്ണിൽ നീ കാല് വെച്ച ആ കാലും കൊണ്ട് നീ തിരിച്ചു പോവില്ല. നീ പറയുള്ളൂ വാസത് ചെയ്യൂടാ. എന്താ ഞങ്ങളാ കാവുണ്ടിക്കല്ലിൽ സിനിമാ കോട്ടയായിട്ട് വന്നവരാ. പുലിക്കോട്ടെ വാലിബൻ സൂപ്പർ ഹിറ്റ് പട 5 പടം 3 രൂപ. ഒരു വാക്കത്തി പണിയാണ്. എപ്പ തരുന്ന് ചോദിക്കരുത്. എനിക്ക് തോന്നണതാ സമയം. ഗോപു, നീ എന്താ പെട്ടെന്ന് ഇവിടെ? നീ ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക്. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട അന്വേഷണം വ്യാപിച്ചിരിക്കുക. പോലീസിന്റെ കണ്ണുകൾ ഓരോ മുക്കിലും മൂലയിലും ഉണ്ട്. മെനഞ്ഞാന്ന് മെറുക്കണ്ട പാതിരക്ക് വീട്ടിൽ കയറി വരട്ടിച്ചാൻ പോയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിന്റെ അമ്മയുടെ വേവലാതി കാണാൻ എനിക്ക് വയ്യാത്ത. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇനി ഓരോ ചുവടും പെട്ടെന്ന് കയറി പിടുത്തം കൊടുക്കരുത്. ആ നിർത്ത്. ആ എനിക്ക് രാവിലെ സിദ്ധാപൂരിയിലുണ്ടാ. മമതേ പറഞ്ഞടാ. ഓടടാ. ഒരു പ്രൊജക്ടർ ഓപ്പറേറ്ററായിരുന്ന അച്ഛൻ്റെ ക്യാബിനിൽ നിന്നും പെറുക്കിയെടുത്ത ഫിലിമിൻ്റെ തുണ്ട് കഷ്ണത്തിൽ വെളിച്ചം കടത്തിവിട്ട് നിറങ്ങളെ ഭ്രമിച്ചിരുന്ന എൻ്റെ കുട്ടിക്കാലം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ക്യാമറ വാങ്ങിത്തരാൻ. എൻ്റെ അച്ഛൻ സെക്കൻഡ് ഷോ കഴിഞ്ഞും വീട്ടിനടുത്തുള്ളൊരു പ്രിന്റിംഗ് പ്രസ്സിൽ അച്ഛനെടുത്താൻ പോകുമായിരുന്നു. ഉറക്കമളച്ച് തൂങ്ങിയ കണ്ണുകളുമായി വീട്ടിൽ വന്ന് കയറുന്ന അച്ഛൻ്റെ മുഖം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഇന്നലെ കാളരാത്രി ആയിരുന്നടാ. നാട്ടുകാർ ഈ പോസ്റ്റർ ഇവിടെ എങ്ങാനും വെച്ച് കണ്ട കഴിഞ്ഞേനെ. പറഞ്ഞവന് തല കയറണ്ടേ? ഇല്ല, നേരെ നോക്കി കെട്ടി വല്ല കുട്ടനാട്ടിലോട്ടും വിട്ടാലോ ആശാനെ. സമയം മോശാവുമ്പോ അരഞ്ഞാണം വരെ പാമ്പായി നിരിക്കും. പടവാ, പാമ്പങ്ങാനും ആയാ സുൽമാണി പോയത് തന്നെ. മമ്മതേ, കരിമ്പുംകാടിന്റെ അകത്തുനിന്ന് നമ്മക്കിട്ടൊരു പാര പൊങ്ങണ്. നിന്റെ ഗുൺഗുൺ ഞാൻ ഇന്ന് നീ ലൈൻ വലിക്കുമല്ലേ? സുഖമല്ലേ? ചത്തേനെ. നിന്റെ അതിലോട്ട് വരുന്ന സപ്ലൈ 110 210 വാൾട്ടാണോ ഒന്ന് ചെക്ക് ചെയ്തതാ? പോക്കറ്റിൽ കൈപ്പത്തിയല്ലടാ, ഗ്ലൗസ് ഇടാൻ മറന്നുപോയി. ഇതാര്? നമ്മുടെ പുത്തൂര് കേശവനോ? ഇതെന്താ കയ്യില്?
വല്ല കുഴി ബോംബും ആണോ? ഇത്തിരി തേന മുറിവില് പുരട്ടിയ പെട്ടെന്ന് ഉണങ്ങും. എന്നാ മുറിവ് ഉണ്ടാക്കിയ ആള് തന്നെ പെരട്ടി തരുമോ? കുഴി ഉണ്ടാക്കിയതിൽ മുള്ളുകമ്പി ഇട്ടപ്പോ എന്റെ മനസ്സ് നിറയെ വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിരുന്നു ഇയാളോട്. ഹാവൂ, ആ ആന ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ചങ്കിടിച്ചു പോയി. തലയിലേക്ക് ചോരയരിച്ച് കേറിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലെന്നായി. വിളിച്ചു കൂവിട്ട് ശബ്ദമുണ്ടോ? എന്റെ ചങ്ക് പറിച്ചാ ഞാൻ ഭഗവതീന്ന് വിളിച്ചത്. ഇക്കണ്ട പഴിക്കയും വെറ്റിലേക്ക് കൊടുത്തതിന്റെ നന്ദി ദേവി കാണിക്കാതിരിക്കോ? നിന്റെ ദേവിക്ക് മുറുക്കാൻ വലിയ ഇഷ്ടാ? ആണോന്നോ? മുത്തശ്ശി പറയുന്നൊന്ന് കേക്കണം. ഒരിക്കൽ തൃപ്പാറ് കാവില് മുത്തശ്ശി തൊഴാൻ പോയപ്പോ കാവിലങ്ങനെ എടുത്തു കെട്ടി പ്രൗഢിയോടെ നിക്കാ ദേവി. തിടമ്പും തടവളയും കഴുത്തില് കാപ്പൊക്കെ ഇട്ടിട്ട് കുളിച്ച് നല്ല സുന്ദരിയായിട്ട് പഞ്ഞി പോലെ തൂവെള്ള പല്ലുകാട്ടി ചിരിച്ചോണ്ട് മുത്തശ്ശിയോട് പറയാ, ഒരു മുറുക്കാൻ ഇങ്ങോട്ട് താന്റെ ജാനുമ്മേന്ന്. മുത്തശ്ശി മിനിറ്റിന് മുറുക്കുന്ന ആളാണേ. എന്നിട്ട് കാവിലിരുന്ന് രണ്ടാളും കൂടെ നീട്ടിപ്പിടിച്ചൊരു മുറുക്കങ്ങ് പാസാക്കി. സത്യമാ ഞാൻ പറയുന്നേ. എന്നിട്ട് മുത്തശ്ശി പറയാ, ഒന്ന് കാണേണ്ടതായിരുന്നടി തത്തേ എന്റെ ദേവിയുടെ ചുണ്ടിന്റെ ഒരു ചോപ്പ്. അതി പിന്നെ അവര് തമ്മിൽ വലിയ കൂട്ടായിരുന്നത്രേ. അവിടുന്ന് അങ്ങോട്ട് മരണം വരെ മുടങ്ങാണ്ട് വെക്കായിരുന്നു. മുത്തശ്ശിയുടെ വക ദേവിക്കൊരു വെറ്റിലയും അടക്കേ. മുത്തശ്ശിയുടെ ഈ പഴയ ഗുണ്ട് കഥ തത്ത വിശ്വസിച്ചിരിക്കുക. ഞാൻ ആലോചിക്കാ തത്ത, ഒരു കൊല്ലന്റെ ആലയ്ക്കകത്ത് ഇതുപോലൊരു ഇടിവെട്ട് ചരക്ക് എങ്ങനെ ഉണ്ടാടാ എന്റെ അപ്പ. അതെ, ഞാൻ എന്റെ അമ്മയുടെ വയറ്റിലുള്ളപ്പോ എനിക്ക് എന്റെ ജാനുമുത്തശ്ശി ആട്ടുംപാലിൽ ഒത്തിരി കുങ്കുമപ്പൂ അരച്ചു തന്നിട്ടാ. ഓഹോ, അപ്പൊ നിന്റെ ചേട്ടൻ വാക്കത്തി വാസുവിന് നിന്റെ മുത്തശ്ശി ഇരുമ്പ് അരച്ചു കൊടുത്ത് ഒരുമാതിരി കരിവീട്ടിക്ക് പോളിഷ് അടിച്ചോണ്ടിരിക്കുന്നു. യവനെന്താ ഒറ്റക്കിരുന്ന് ചിരിക്കുന്നേ? ആനയുടെ അണ്ടർ കട്ട് കണ്ട് മേടിച്ച് അച്ഛന്റെ ഫാൻ ബെൽറ്റ് ലൂസായിന്നാ തോന്നണേ. തല കുത്തി വേണം. എടാ അപ്പനെ, അവൻ ചാലിന്ന് പള്ളത്തിയെ പിടിച്ച് കഞ്ഞിക്കാലത്തിലിട്ട് കളഞ്ഞല്ലോടാ. ടൈറ്റാനിക് കടല്ലേ ഇറക്കിയല്ലേ, ഐസ് കട്ടേനെ ഇടിപ്പിക്കല്ലേ.